അൾത്താരയിൽ പൂജ്യബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. അൾത്താരയിൽ പൂജ്യബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന. ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നവംബർ മാസം 25-ാം തീയതി സഭയിൽ കന്യകയും രക്തസാക്ഷിണിയുമായ അലക്സാൻഡ്രിയയിലെ വിശുദ്ധ കാതറിൻ്റെ തിരുനാളാണ് സഭ ആചരിക്കുന്നത്. നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി വിജാതീയ കുടുംബത്തിലാണ് ജനിച്ചുവെങ്കിലും 18-ാമത്തെ വയസ്സിൽ മാമോദീസ സ്വീകരിക്കുന്നതിലൂടെ ക്രിസ്തുവിനെ സ്വന്തം മണവളനായി അവൾ സ്വീകരിച്ചു. ഏറെ പാണ്ഡിത്യമുള്ള, ശാസ്ത്രത്തിൽ വിജ്ഞാനമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അനേകം വിജാതീയരെ അവൾ തൻ്റെ വാഗ്വാദത്തിലൂടെ കീഴടക്കുകയും ക്രിസ്തുവിനെ അവർക്ക് നൽകുകയും ചെയ്തു. അങ്ങനെ മാക്സിമസിൻ്റെ കാലത്താണ് യൗവനത്തിൽ തന്നെ അവൾ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി മാറുകയും ചെയ്തത്. ഈ വിശുദ്ധയിലുണ്ടായ ധൈര്യവും തീക്ഷ്ണതയും നമുക്ക് ലഭിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ ഈ ബലി ഭക്തിയോടുകൂടി അർപ്പിക്കുവാനായി നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരി നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരി നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, വിശുദ്ധ കാതറിനെ കന്യകയും അജയ്യായ രക്തസാക്ഷിണിയുമായി അങ്ങേ ജനത്തിന് അങ്ങ് നൽകിയല്ലോ. ഈ വിശുദ്ധയുടെ മധ്യസ്ഥത്താൽ വിശ്വാസത്തിലും സ്ഥിരതയിലും ഞങ്ങൾ ശക്തിപ്പെടാനും സഭയുടെ ഐക്യത്തിനായി
തീഷ്ണതയോടെ അധ്വാനിക്കുവാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് 15-ാം അധ്യായം 1 മുതൽ 4 വരെ. അവർ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ടിരുന്നു. ഞാൻ യോഹന്നാൻ സ്വർഗത്തിൽ മഹത്വം വിസ്മയാവഹവുമായ മറ്റൊരടയാളം കണ്ടു. 7 മഹാമാരികളേന്തിയ 7 ദൂതന്മാർ. ഈ മഹാമാരികൾ അവസാനത്തേതാണ്. എന്തെന്നാൽ ഇവയോടെയാണ് ദൈവത്തിൻ്റെ ക്രോധം അവസാനിക്കുന്നത്. അഗ്നിമയമായ പളുങ്കുകടൽ പോലെ ഒരു കാഴ്ച ഞാൻ കണ്ടു. മൃഗത്തിന്മേലും അവൻ്റെ പ്രതിമയിന്മേലും അവൻ്റെ നാമസംഖ്യയിന്മേലും വിജയം വരിച്ച് ദൈവത്തിൻ്റെ വീണ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിൽ നിൽക്കുന്നവരെയും ഞാൻ കണ്ടു. അവർ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിൻ്റെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞു: സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. ജനതകളുടെ രാജാവേ, അങ്ങയുടെ മാർഗങ്ങൾ നീതിപൂർണവും സത്യസന്ധവുമാണ്. കർത്താവേ, അങ്ങേ നാമത്തെ ഭയപ്പെടാത്തവനും സ്തുതിക്കാത്തവനും ആരുണ്ട്? അങ്ങ് മാത്രമാണ് പരിശുദ്ധൻ. സകല ജനതകളും വന്ന് അങ്ങയെ ആരാധിക്കും, കാരണം അങ്ങയുടെ ന്യായവിധികൾ വെളിവാക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സംഗീതനം. സർവശക്തനും ദൈവവുമായ കർത്താവേ, സർവശക്തനും ദൈവമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. കർത്താവിന് പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. സമുദ്രവും അതിലുള്ളവയും ഭൂമിയും അതിലെ നിവാസികളും ഉച്ചത്തിൽ സ്വരമുയർത്തട്ടെ. ജലപ്രവാഹങ്ങൾ കരഘോഷം മുഴക്കട്ടെ. കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ ഒത്തൊരുമിച്ച് ആനന്ദ കീർത്തനം ആലപിക്കട്ടെ. സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടി വിധിക്കും. സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ പ്രവൃത്തികൾ മഹനീയവും വിസ്മയാവഹവുമാണ്. ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു: മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു: എൻ്റെ നാമത്തെ പ്രതി അവർ നിങ്ങളെ പിടികൂടുകയും പീഡിപ്പിക്കുകയും ചെയ്യും. അവിടെ സിനഗോഗുകളിലും കാരാഗൃഹങ്ങളിലും നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കും. എൻ്റെ നാമത്തെ പ്രതി രാജാക്കന്മാരുടെയും ദേശാധിപതികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടു ചെല്ലും. നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും.
എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. മാതാപിതാക്കന്മാർ, സഹോദരർ, ബന്ധുമിത്രങ്ങൾ, സ്നേഹിതർ എന്നിവർ പോലും നിങ്ങളെ ഒറ്റിക്കൊടുക്കും. അവർ നിങ്ങളിൽ ചിലരെ കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമം നിമിത്തം നിങ്ങളെല്ലാവരും ദ്വേഷിക്കും. എങ്കിലും നിങ്ങളുടെ ഒരു തലമുടിയുടെ പോലും നശിച്ചു പോവുകയില്ല. പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ വാക്യം, പീഡനത്തിലും ഉറച്ചു നിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവനെ നിങ്ങൾ നേടും. ഈ ഒരു വാക്യത്തെ നമ്മുടെ ജീവിതത്തിൽ അനേകം സാഹചര്യങ്ങളിൽ നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കുവാൻ കഴിയും. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വിധക്കാരൻ്റെ ഉപമയിലൂടെ ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്ന ഉത്കൃഷ്ടമായ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വചനത്തെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. ഉറച്ചു നിൽക്കുക, പിടിച്ചു നിൽക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഹാങ് ഇൻ ദെയർ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഉറച്ചു നിൽക്കുവാൻ വേണ്ടി ഈ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുവാനായിട്ടാണ് ആരാധനാക്രമത്തിൻ്റെ അവസാന നാളിലേക്ക് കടക്കുമ്പോൾ സഭാമാതാവ് നമ്മെ ഓർപ്പിക്കുന്നത്. ജീവിതത്തിൽ നമ്മെ തളർത്തുന്ന സംഭവങ്ങളും സാഹചര്യങ്ങളും അനേകം ഉണ്ടാവാം. എങ്കിൽ തന്നെയും നാം പ്രത്യാശയോടെ ദൈവത്തിൽ ശരണപ്പെടണമെന്നാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്. യേശു പറയുന്നു, നിങ്ങളുടെ എതിരാളിയിൽ ആർക്കും ചെറുത്തു നിൽക്കുവാനോ എതിർക്കുവാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് നൽകും. നമ്മുടെ സഹനവേളയിൽ അവൻ്റെ സ്നേഹവും വിശ്വസ്തതയും നമ്മെ എപ്പോഴും അനുഗമിക്കുമെന്നാണല്ലോ സങ്കീർത്തകൻ പറയുന്നത്. അങ്ങനെ അവൻ്റെ സ്നേഹവും അവൻ്റെ വിശ്വസ്തതയും നമ്മിലുണ്ടെങ്കിൽ ഉറപ്പാണ് നാം ജീവിതത്തിൽ വിജയം കൈവരിക്കുമെന്ന് ഇന്നത്തെ ഹല്ലേലൂയ പ്രഘോഷണവേളയിൽ നാം ചൊല്ലിയതാണ്. അന്ത്യം വരെ സഹിച്ചു നിൽക്കുന്നവൻ വിജയത്തിൻ്റെ കിരീടം നേടുമെന്ന്. കരസ്മാറ്റിക്കിൽ ഒരു ഗാനമുണ്ടല്ലോ, പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം അവൻ അതിനായി കണ്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ സഹിച്ചു നിൽക്കുന്നവൻ്റെ വിജയത്തെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ ഇന്നത്തെ 1-ാമത്തെ വായനയിൽ നമ്മൾ വായിച്ചു കേട്ടു. ചെങ്കടൽ കടക്കുന്ന ഇസ്രായേൽ ജനം അവർ ചെങ്കടൽ കടന്ന് മറുകരയെത്തിയപ്പോൾ മോശയോട് ചേർന്ന് വിജയഗീതം ആലപിച്ചു എന്നാണ് പറയുക. അതുപോലെ തന്നെയാണ് ഓരോ ക്രൈസ്തവനും അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ഈ ഇസ്രായേൽ ജനത്തോട് ചേർന്ന് അവന് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. മരുഭൂമിയിൽ പരീക്ഷണങ്ങൾ ഒന്നിൻ്റെ പുറകെ ഒന്നായി വന്നുവെങ്കിലും അവിടെ ആരൊക്കെ ഈ പരീക്ഷണങ്ങളെ അതിജീവിച്ചുവോ അവർക്ക് മാത്രമേ വാഗ്ദാന ഭൂമിയിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്കും നമ്മുടെ സഹനവേളകളിൽ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം. വിശുദ്ധ ജെറോം ഇങ്ങനെ പറയുന്നുണ്ട്, ഇൻ പസിയൻസ വെസ്ത്ര പൊസിദെബിറ്റിസ് അനിമാസ് വെസ്ത്ര. അതായത് നിങ്ങളുടെ സഹനം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവനെ അല്ലെങ്കിൽ ആത്മാവിനെ സ്വന്തമാക്കും. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായി ബലി നമുക്ക് തുറന്നർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ഈ യാഗവേദിയിലെന്നെ സമ്പൂർണമായി നൽകുന്നിതാ അലിവോടെ ജീവയാകും തിരുബലിയായി മാറ്റിയിടണേ. ഈ യാഗവേദിയിലെന്നെ സമ്പൂർണമായി നൽകുന്നിതാ അലിവോടെ ജീവയാകും തിരുബലിയായി മാറ്റിയിടണേ. കണ്ണീർ കണങ്ങളാമീ കാസയും വേദന നിറയുമീ പീലാസയും. കണ്ണീർ കണങ്ങളാമീ കാസയും വേദന നിറയുമീ പീലാസയും. അപ്പവും ഞാനിതാ അണയുന്നു സാദരം നിന്നിൽ. അപ്പവും വീഞ്ഞുമായി ഞാനിതാ അണയുന്നു സാദരം നിന്നിൽ. സ്വീകരിക്കൂ സ്നേഹനാഥ തൃക്കൈകളിൽ ജീവയാകും. യോഗ്യമാകുവാൻ നിൻ കൈകളിൽ എന്നെ ഇടുന്നു. പ്രിയ സഹോദരൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസമഴന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങ് കൽപ്പിച്ചതനുസരിച്ച് അങ്ങേ നാമത്തിന് സമർപ്പിക്കപ്പെട്ട തിരുമുൽ കാഴ്ചകൾ സ്വീകരിക്കുന്നതിനും അവ വഴി അങ്ങേ സ്നേഹത്തിന് ഞങ്ങൾ അർഹരായി ഭവിക്കുന്നതിനും അങ്ങേ കൽപ്പനകൾ എപ്പോഴും പാലിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അങ്ങേ നാമത്തിന് സാക്ഷ്യം വഹിക്കാനായി ക്രിസ്തുവിനെ അനുകരിച്ച് രക്തസാക്ഷിണിയായ വിശുദ്ധ കാതറിൻ ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി പ്രകടമാക്കുകയും ദുർബലരായ മനുഷ്യരെ സാക്ഷ്യത്തിനായി അങ്ങ് ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ആകയാൽ സ്വർഗീയ ശാക്തികന്മാരോടുകൂടെ നിരന്തരം ഭൂമിയിൽ അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ വൈഭവം അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാല പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവാൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവാൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയുടെ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപ് നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷന്മാരായ സൂസൈപ്പാക്യ മെത്രാപ്പൊലീത്തയോടും ക്രിസ്തുദാസ് സഹായ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണപടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഇന്നത്തെ തിരുനാളിന് കാരണപ്രദയായ വിശുദ്ധ ഖാദറിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ ധ്രുവവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകാരോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ.
അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പര സമാധാനം ആശംസിക്കുവാൻ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടും, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിക്കെടുത്ത് ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. എൻ്റെ യേശുവേ, അങ്ങേ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. ഈശോയേ, നിന്നെ എനിക്കെന്തൊരിഷ്ടം. ഈശോയേ, നിന്നെ എനിക്കെന്തൊരിഷ്ടം. എൻ ജീവിതം നിന്റെ ദാനം, എൻ സർവവും നിന്റെ ദാനം. എല്ലാം നൽകുന്ന നാഥാ, നിന്നെ എനിക്കെന്തൊരിഷ്ടം. നിന്നെ എനിക്കെന്തൊരിഷ്ടം. ഈശോയേ, നിന്നെ എനിക്കെന്തൊരിഷ്ടം. ഈശോയേ, നിന്നെ എനിക്കെന്തൊരിഷ്ടം. നീ എന്നെ സ്നേഹിക്കും പോലെ നിന്നെയും സ്നേഹിച്ചിടാനായി
സ്നേഹിക്കും പോലെ നിന്നെയും സ്നേഹിച്ചിടാനായി എന്നെ പഠിപ്പിക്കും വാത്സല്യമേ. നിന്നെ എനിക്കെന്തൊരിഷ്ടം, നിന്നെ എനിക്കെന്തൊരിഷ്ടം. ഈശോയേ നിന്നെ എനിക്കെന്തൊരിഷ്ടം, ഈശോയേ നിന്നെ എനിക്കെന്തൊരിഷ്ടം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ദിവ്യമായ പങ്കാളിത്തത്താൽ ആനന്ദിക്കാൻ ഇടയാക്കിയവരെ അങ്ങിൽ നിന്ന് ഒരിക്കലും വേർപിരിയുവാൻ അനുവദിക്കരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നിന്റെ തകർച്ചയിലാശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടുപാടിയുറക്കാൻ ഇതാ ഇതാ നിന്റെ അമ്മ. നിന്റെ തകർച്ചയിലാശ്വാസമേകാൻ നിന്റെ തളർച്ചയിലൊന്നു ചേരാൻ നിന്നെ താരാട്ടുപാടിയുറക്കാൻ